ഹായ് ഫ്രണ്ട്സ്, KHS മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ തലശ്ശേരിക്കാരെ സ്പെഷ്യൽ ഐറ്റം ആയ തരി ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ തരി ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ട് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സബോള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് ഇതുപോലെ മിക്സ് ചെയ്ത് കിട്ടണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചട്ടി എടുത്ത് ഗ്യാസിൽ വെക്കണം. എന്നിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയൊക്കെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കിതാ ഇതേ നെയ്യിലേക്ക് നമുക്ക് റവ ഇട്ടതിന് ശേഷം നന്നായി വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സബോളയും വേപ്പിൻ്റെയിലിട്ട് നന്നായി വാട്ടിയെടുക്കാം. നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി വാട്ടിയെടുക്കണം. ഇനി ഇത് നന്നായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കണത്. ഈ ഒരു പരിവായതിനു ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം 2 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പരിവായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കേണ്ട വീഡിയോ ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും നെയ്യും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ തരി ബിരിയാണി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.